CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ രോഗി മരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ കടുത്ത നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടിയിൽ സ്കൂട്ടറിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ചൊവ്വല്ലൂർ പടി ലക്ഷ്മി നിവാസിൽ വസന്തകുമാറിനാണ് പരിക്കേറ്റത്. റോഡരികിൽ ഒതുക്കി നിർത്തിയിരിക്കുകയായിരുന്ന ബൈക്കിൽ പിറകിൽ വന്ന സ്കൂട്ടർ ഇടിച്ചിട്ട് നിർത്താതെ പോകുകയായിരുന്നു. അതിഥി തൊഴിലാളികൾ കൂലി വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് എരുമപ്പെട്ടി കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പോലീസിന് നൽകിയ പരാതിയിൽ ചർച്ച നടന്നു. നിലവിൽ നൽകിയിരുന്ന കൂലിയിൽ ജോലി ചെയ്യാമെന്ന് തൊഴിലാളികൾ സമ്മതിച്ചതായി അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. പരമ്പരാഗത കളിമൺ പാത്ര നിർമ്മാണത്തിലൂടെ ശ്രദ്ധേയമായ കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ കിഴക്കാളൂർ കുംഭാര ഉന്നതിയിൽ സന്ദർശനം നടത്തി പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA. നവമണലൂർ വികസന കാഴ്ചപ്പാടൊരുക്കുന്നതിന്റെ ഭാഗമായാണ് മൺപാത്ര നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ താമസിക്കുന്ന ഉന്നതി MLA സന്ദർശിച്ചത്. മാലിന്യം നിക്ഷേപിച്ചത് ചോദ്യം ചെയ്ത യുവാവിനെ മർദ്ദിച്ച കേസിൽ പ്രതികളായ പിതാവും മക്കളും പോലീസിൽ കീഴടങ്ങി. കേച്ചേരി ആയമുക്കിൽ മതിലകത്ത് വീട്ടിൽ മുഹമ്മദ് ഷാഫിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതികളായ ആയമുക്ക് രായമരക്കാർ വീട്ടിൽ അബ്ദുൾ കരീം, മക്കളായ റാഷിഖ്, റൌഫ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം കീഴടങ്ങിയത്. കാട്ടാകമ്പൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ KSEB ലോക്കൽ അഡ്വൈസറി യോഗം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. പെരുമ്പിലാവിൽ പിതാവ് ജ്യൂസിൽ വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട 7 വയസ്സുകാരി ഋതികയുടെ മൃതദേഹം സംസ്കരിച്ചു. ഭാര്യ പിണങ്ങിപ്പോയ മനോവിഷമത്തിലാണ് പെരുമ്പിലാവിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി മുത്തു തന്റെ മക്കളായ ഋതിക, ഋതിൻ എന്നിവർക്ക് ജ്യൂസിൽ എലിവിഷം കലർത്തി നൽകിയത്. കുന്നംകുളം നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന ലാപ്ടോപ്പ് വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ പങ്കുചേർന്ന് കുന്നംകുളം നഗരസഭ. ആരാധകർക്കായി ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നഗരസഭാ ടൗൺഹാളിൽ വലിയ സ്ക്രീനിൽ തത്സമയം പ്രദർശിപ്പിച്ചു തുടങ്ങി. മങ്ങാട് ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തും സാമൂഹികാരോഗ്യ കേന്ദ്രവും തൃശൂർ ജില്ലാ മൊബൈൽ ഒഫ്താൽമിക് യൂണിറ്റും സംയുക്തമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ വാരാഘോഷത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പും എക്സൈസ് വകുപ്പും NSS യൂണിറ്റും സംയുക്തമായാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി നടത്തിയത്. ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് വർക്കേഴ്സ് ഫെഡറേഷൻ ജൂലൈ 24 നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വാഹനജാഥയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. ചാവക്കാട് വിഗോ റെസിഡൻസ് അസോസിയേഷൻ ഓഫീസ് ഉദ്ഘാടനവും CCTV ക്യാമറ പദ്ധതി പ്രഖ്യാപനവും നടന്നു. ദേശീയ മത്സ്യകർഷക ദിനാചരണത്തിന്റെ ഭാഗമായി നോങ്ങല്ലൂരിലെ മത്സ്യകർഷകനായ കുട്ടംകുളങ്ങര KS ശശിധരനെ പോർക്കുളം സേവാഭാരതി ആദരിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ സ്ഥാപകൻ കാട്ടുമങ്ങാട്ടെ അബ്രഹാം മാർ കുറിലോസ് വലിയ ബാവയുടെ 224-ാം ഓർമ്മ പെരുന്നാളാഘോഷം തൊഴിയൂർ സെന്റ് ജോർജ് ദേവാലയത്തിൽ ഭക്തി നിർഭരം. വ്യാഴം, വെള്ളി ദിവസങ്ങളിലായാണ് പെരുന്നാളാഘോഷം. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.